പെട്രോൾ ഒന്നെന്തരം വണ്ടി സ്റ്റാർട്ടാകാൻ സാധ്യത കുറവുണ്ട്. കുഴപ്പമില്ല, ഉണ്ടോ ഒരു വീഡിയോ എടുത്തേ, മൈലേജ് ഒന്ന് ടെസ്റ്റ് ചെയ്തേ. അതാ ഞാൻ നോക്കുന്നു. 60+ മൈലേജ് ഉണ്ടെന്ന് കാണിച്ചു. പക്ഷെ 30 60 65 സംതിങ് കാണിക്കണ്ടേ എന്തോ, എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റും. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോ സ്വാഗതം. എന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി ആദ്യത്തെ വീഡിയോ തൊട്ട് ഓരോ മച്ചന്മാരെ ഇങ്ങനെ കമൻറ്റ് ഇടും, ബ്രോ മൈലേജ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എത്ര ഉണ്ട് മൈലേജ് എല്ലാം ചോദിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ വണ്ടി എടുത്ത് ഇതുവരെയായിട്ടും എന്ന് വെച്ചാൽ മൈലേജ് നോക്കിയിട്ടില്ല, മൈലേജ് ടെസ്റ്റ് അങ്ങനെ ഐറ്റംസ് ഒന്നും നോക്കിയില്ല. ഇന്ന് നോക്കാമെന്ന് വിചാരിച്ചപ്പോഴോ നമ്മളാ മീറ്റർ വർക്കിംഗ് അല്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ എന്ന് വെച്ചാൽ 2 കുപ്പി പെട്രോൾ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഇവിടെ വെച്ച് ഇപ്പം പെട്രോൾ തീർന്നിരിക്കുക, വണ്ടി ഒരു സ്റ്റാർട്ട് പോലും ആകത്തില്ല. കാണിച്ചു തരാം, ഇവിടെ വെച്ചിട്ട് കാണിച്ചു തരാം. എൻ്റെ പെട്രോൾ മേടിക്കാൻ പോകുമ്പോൾ ഒരു കോമഡി ഉണ്ടായി, കണ്ട. അപ്പം സ്റ്റാർട്ട് പോലും ആകത്തില്ല. അങ്ങനെ നമ്മൾ വണ്ടി ഇവിടെ ഒതുക്കി വെച്ചേക്കാം. അപ്പോൾ എന്തായാലും പെട്രോൾ തീർന്നു പോയാൽ വിചാരിച്ചു എന്നാൽ ഒരു മൈലേജ് ടെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ചാനലിൽ എല്ലാവരും ചോദിച്ചാണെങ്കിൽ ഒരു വീഡിയോ ആക്കാം, ഒരു കണ്ടൻറ്റും ആകുമല്ലോ. അങ്ങനെ പെട്രോൾ മേടിക്കാൻ പോയപ്പോൾ കണ്ട ഈ കുപ്പി കിടപ്പുണ്ട, നീല കളറ് ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്, ഇതിൻ്റെ അകത്ത് ഇത് കിടപ്പുണ്ട്. അപ്പം ഇത് നമുക്ക് ഡയറക്റ്റ് എടുത്ത് ഒഴിക്കാൻ പറ്റത്തില്ല. ഇതിപ്പോൾ 1 ലിറ്റർ ഉണ്ടോയെന്ന് വെച്ചാൽ അറിഞ്ഞൂടാ. ഞാൻ സ്ഥിരം അടിക്കാൻ 100 200 അങ്ങനെ ആയിരുന്നു. അപ്പം അത് തന്നെ അല്ല, 1 ലിറ്റർ അടിച്ച് ഞാൻ നോക്കുന്നില്ല, സ്ഥിരം അടിക്കുന്ന പെട്രോളിന് എത്ര ഓടുമെന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പം ഇതാണ് ഒരു കുപ്പി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വെച്ചിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കാം. പെട്രോൾ ആദ്യം ഒഴിക്കട്ടൊന്ന്. ഇതിപ്പോൾ ഡയറക്റ്റ് വെച്ചാൽ കുപ്പിയുടെ അടപ്പിൻ്റെ അകത്ത് പോവും, അതിന് ഇരട്ടി പണിയാവും. അപ്പോൾ ഇത് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പം പെട്രോളും പുറത്ത് പോകത്തില്ല, കൂടി വേണ്ട അടപ്പ് കാടാക്കുന്നുണ്ടോ. ഇതിപ്പോൾ ഡയറക്റ്റ് വെച്ചെങ്കിൽ അടപ്പ് അതിൻ്റെ അകത്ത് കിടന്നേനെ, അതുകൊണ്ട് ഡയറക്റ്റ് ഒഴിക്കാഞ്ഞതുകൊണ്ട്. പിന്നെ ഗൈസ്, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ഇടുക, ഇനി എത്ര മൈലേജ് കിട്ടുമെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ഇടുന്നത് വെച്ചാൽ ഫ്രണ്ട് കയറ്റിയെങ്കിൽ ഡൊമിനാർ 400 UST 4 സ്റ്റോക്ക് അല്ലെങ്കിൽ തന്നെ. അപ്പം വെയിറ്റ് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പം എത്ര കിട്ടും നിങ്ങളൊക്കെ ഒന്ന്, ഞാൻ കണ്ടിട്ടില്ല UST 4 കയറ്റിയിട്ട് മൈലേജ് ടെസ്റ്റ് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടില്ല. ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ നോക്കിയിട്ട് ആരും ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. അങ്ങനെ നമുക്ക് ഈ കുപ്പിയിലെ പെട്രോൾ നമ്മൾ ഒഴിച്ചല്ലോ. ഇനി എന്തായാലും നമുക്ക് ഈ കുപ്പി പെട്രോൾ ബാഗിലും വെച്ചിട്ട് നമുക്ക് ഇവിടെ തെറിക്കാം. ബാഗിലോട്ട് വെച്ചേക്കാം. ഇനി എവിടെ വഴി കിടക്കുന്ന അപ്പോൾ ഒഴിച്ച് നമുക്ക് വീട്ടിൽ വരാൻ പെട്രോൾ വേണ്ടേ. അപ്പോൾ എന്തായാലും അല്ലെങ്കിൽ നമ്മൾ തള്ളി അടുത്തുള്ള പെട്രോൾ പമ്പിൽ പോകേണ്ടി വരും. ബാഗ് എൻ്റെ ഇടയ്ക്ക് പണി കിട്ടിയ. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടുന്ന് കുറച്ച് റോഡിലോട്ട് നിർത്തിയിട്ട് നമുക്കിനി ബാക്കി കാര്യങ്ങൾ പറയാം. ആദ്യമേ ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് നമുക്ക് ഇന്ന് ശാസ്താംകോട്ട റൂട്ട്. അപ്പം ശാസ്താംകോട്ട റൂട്ട് നമുക്ക് ഏറ്റവും അടുത്ത് DB കോളേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് DB കോളേജിൽ തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടുന്ന് ഡയറക്ഷൻ ഇട്ടങ്ങ് ഓക്കെ, ഇതിന് ഇവിടെ കിടന്ന് പറയട്ടെ. നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്ത് കിട്ടുന്ന എവിടം വരെ ഓടുന്നു അവിടുന്ന് നമുക്ക് ഈ 32 കിലോമീറ്റർ കുറയ്ക്കാം. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാം. ഇവിടം വരെ 32 ഇട്ടിട്ടാണ്, 32 എൻ്റെ ഊഹം. 32 മേളിൽ കിട്ടിയാൽ എന്തായാലും ലക്കെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ തുടങ്ങി ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ കണക്കൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടും. ഈ സെക്കൻഡ് വെച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ഇടും എത്ര ഈ വണ്ടിക്ക് മൈലേജ് കിട്ടുമെന്ന്. കാഴ്ചമാരെ നമ്മൾ വീഡിയോ സ്റ്റാർട്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ മെയിൻ റോഡ് എത്തി. നമ്മൾ മെയിൻ റോഡിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കും. പിന്നെ നമ്മൾ വീഡിയോ ആദ്യം തൊട്ട് കാണുന്നവർക്ക് എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് പറയണത് വെച്ചാൽ നമ്മൾ ഒരു ഗോപ്രോയുടെ മൈക്ക് അഡാപ്റ്ററൊക്കെ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മേടിക്കുന്നതൊക്കെ നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വാ. ബുക്ക് സാധനം വന്നിട്ടുണ്ടോ എന്ന് വിളിച്ച് പറഞ്ഞു. പട്ടി കുഞ്ഞുങ്ങൾ നമ്മളിന്ന് വെറൈറ്റി ഒരു വണ്ടിയില്ല. എന്തായാലും നമുക്കൊന്ന് വിളിച്ചു നോക്കാം. അവനെ എന്താ വണ്ടി ഉണ്ടല്ലോ, ഇതൊന്ന് ഫുള്ളൊന്ന് പണിയായി. ഇപ്പം ഇത് പണിയുന്ന വീഡിയോ വേണമെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. വിളിക്കട്ടെ അവനൊന്ന്. കാറ് എടുക്കണം, കാറ് നോക്ക്. ഇറങ്ങി വരുന്നു കേട്ടോ, ഇറങ്ങി വരുന്നു. വന്ന് അവരമ്മ വന്ന് വരട്ടി ഗൈസ്. അതിനെ കാലിന് ഒരു ചെറിയ പണി കിട്ടി, അതുകൊണ്ട് ഇപ്പോൾ വീഡിയോസൊന്നും ഇല്ലാത്ത. എന്നാലും വണ്ടിയൊന്നും എടുക്കാതിരിക്കത്തില്ല, വണ്ടിയൊക്കെ എടുത്തിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തോനെ പ്രാക്ക് വിലക്കും. നാട്ടുകാർ പ്രാക്ക് വിലക്കിയിട്ടേക്കും. അവനില്ലേ? ആണോ? ഇതെന്തോ ഈ സാധനം എൻ്റെ ആണോ?
ഇതിൻ്റെ അകത്തൊന്നുമില്ല. ഇതവനും എടുത്തു, എനിക്കുണ്ട് അതിൻ്റെ അല്ല, നമുക്ക് ഇത് രണ്ടും മാത്രമേ ഉണ്ട്. അങ്ങനെ മൈക്കും കണ്ടില്ലേ, മൈക്കും മേടിച്ച് ഗോപ്രോയുടെ അഡാപ്റ്റർ എത്രമാവത്തെ പറയപ്പോലെ പൊട്ടിച്ച് നോക്കട്ടെ. നമുക്കിതിൻ്റെ വീട്ടിൽ പോയി പൊട്ടിക്കാം. ഫോണെന്ത് ഇതിൻ്റെ അകത്തുണ്ട്, ഇതിൻ്റെ അകത്ത് തന്നെ വെച്ചേക്കാം. ഈ വണ്ടി കൊണ്ടുള്ള ഗുണം ഇതൊക്കെ. GoPro 12. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. 4800 ആയിട്ടുണ്ട്. മൈക്കിന് എത്ര 400 സംതിങ്ങേ ഉള്ളൂ. ഇപ്പോൾ 4800 ഇതിനെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, അങ്ങനെ നമ്മളൊരു 10 കിലോമീറ്റർ അടുപ്പിച്ച്, 9 കിലോമീറ്റർ അടുപ്പിച്ച് ഓടി വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളെങ്ങനെ ഇപ്പോൾ ഈ കേൾക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടല്ലോ മൈക്ക് മേടിച്ചു, അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്നത് ഇന്ന് 1K അടിക്കും, അടുത്ത വീഡിയോ 1K അടിക്കും, ഇത്രയായിട്ട് 1K അടിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. നമുക്ക് എന്നപ്പോൾ ഇത് കണക്കുള്ള വീഡിയോസ്, നല്ല നല്ല വീഡിയോസ് സെറ്റാക്കി നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് പവറാക്കാം. പിന്നെ ഈ വണ്ടി എടുത്തിട്ട് ഒരു 1.5 വർഷം അടുപ്പിച്ചു. ഞാൻ വണ്ടി എടുത്ത കണ്ടീഷൻ എന്ന് പറയുവാണെങ്കിൽ ഈ ഒരു കോലത്തിലല്ല വണ്ടി എടുത്തത്. ഞാൻ വണ്ടി എടുത്തപ്പോഴേ ഫ്രണ്ട് മൊത്തം സ്ക്രാച്ചും അത് ഇതൊക്കെ ഞാൻ ഫുള്ളോടെ മാറി. പിന്നെ ഫോർക്ക് ഒരു സൈഡ് ബെൻഡൊക്കെ ഉണ്ട്, അങ്ങനെ ഫോർക്കൊക്കെ മാറി. പിന്നെ ഈ വണ്ടി പണിയുന്ന ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തല്ല, അത് കാശുണ്ടായിട്ടൊന്നും അല്ല. ഇപ്പം എല്ലാവരും അത് കണക്ക് തന്നെ, എല്ലാവരും വണ്ടി പണിയുന്ന ഒരു ആയിരത്തിൻ്റെ പുറത്തെന്ന് വെച്ചാൽ നമ്മളെ വണ്ടി യൂണിക്കായിട്ടിരിക്കണം. ഞാൻ പിന്നെ അന്ന് പണിഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരു വണ്ടിയേ ഉള്ളൂ. എവിടെ പോകാനാണെങ്കിലും എന്തോ എടുക്കാനാണെങ്കിൽ ഈ വണ്ടിയേ ഉള്ളൂ. ഞാൻ ഇതും കൊണ്ട് മൂന്നാർ അവിടെ ഇവിടെ എല്ലാം പോയിട്ടുണ്ട്. എനിക്ക് വലിയ സീനൊന്നുമില്ല, ഇങ്ങനെ പണിഞ്ഞിട്ട് വലിയ സീനൊന്നും ആയിട്ടില്ല. പോലീസും പിടിച്ചിട്ടുണ്ട്, എന്ന് വെച്ചാൽ മിററില്ലാത്തതിന് പിടിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വട്ടം മൂന്നാറിൽ പോയപ്പോഴാണ് ഇതിൻ്റെ ത്രെഡ് പോയത്. അവിടെ വെച്ചിരുന്ന ആരോ പിടിച്ച് ഊരിയോ പിടിക്കുക എന്തോ ചെയ്തത്. അതുകൊണ്ട് മിറർ അടിച്ചുകൊണ്ട് പോയിരിക്കാൻ വേണ്ടി ഊരി ബാഗ് വെച്ചുകൊണ്ട് വന്ന് ഞാൻ പറഞ്ഞു, സാറുമാരോട് പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ തന്നെ. അപ്പം എല്ലാവരും ചോദിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്യൂ ഉണ്ടോ കലിപ്പുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് കലിപ്പില്ലെന്നാണ് തോന്നുന്നത്. എനിക്ക് പിന്നെ വലിയ പിടുത്തമൊന്നുമില്ല. ഇപ്പോഴും എനിക്ക് പേടിയാണ് ഈ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ. എപ്പോഴാണ് ലോക്ക് വീഴുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ അന്നോട്ടുള്ള ആഗ്രഹം മൈലേജ് ടെസ്റ്റ്. ഞാൻ ഇത് മൈലേജ് ഒന്നും നോക്കിയിട്ടല്ല വണ്ടി എടുത്ത. അപ്പോൾ എല്ലാവരും ചോദിക്കുമായിരിക്കും ഡ്യൂക്ക് എടുക്കാൻ സാമ്പത്തികത്തിന് ടൈറ്റ് വെച്ചാൽ ഇത് എനിക്ക് വലിയ ഫണ്ടൊന്നും ഇല്ല. ഞാൻ ഒരു വാശിയുടെ പുറത്ത് എടുത്ത വണ്ടിയാണിത്. എനിക്ക് എവിടെയും പോകാനും ഒന്നും വണ്ടി ഇല്ലാതെ ആകുമ്പത്തേനും ഒരു വാശി പുറത്തെടുത്ത വണ്ടിയാണിത്. അതുകൊണ്ടാണ് ഡ്യൂക്കൊന്നും എടുക്കാനുള്ള സാമ്പത്തികം ഇല്ല. എന്നിട്ടും ഇത് ഞാൻ CC ഇട്ട് എടുത്ത. സെക്കൻഡ് എടുത്തിട്ട് ഞാൻ CC ഇട്ട്. ഞാൻ ഏകദേശം ഒരു 75,000 അടുപ്പിച്ച് 85,000 75 അല്ല 85,000 അടുപ്പിച്ച് വണ്ടി വില അന്ന് പറഞ്ഞ് അടച്ചു വന്നപ്പോഴത്തേന് ഫിനാൻസിൻ്റെ തേമ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് 1.10 എന്തുമായി. അന്ന് പറഞ്ഞത് 1,00,000 അകത്തുള്ളൂ ഫുൾ അടച്ച് തീരാൻ. പക്ഷേ ഞാൻ ഫുൾ വരെ കാത്തു നിൽക്കാതായിട്ടും എനിക്കൊരു 1.10 അടുപ്പിച്ചാണ്. അതുകൊണ്ട് ആരും ഫിനാൻസ് ഒന്നും ചെയ്ത് വണ്ടി എടുക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. വേറെ എന്തെങ്കിലും ലോൺ ഐറ്റംസ് എടുത്തിട്ട് അതിൻ്റെ അകത്തിട്ട് അടയ്ക്കുന്നതായിരിക്കും നല്ലതല്ല. ഫിനാൻസൊക്കെ മൂമ്പീരും വലിപ്പീരൊക്കെ തന്നെ. പിന്നെ വണ്ടി എടുത്തതിൽ ഇത് എനിക്ക് ഇതിനായിട്ടും എടുത്തതിൽ ഇതിനായിരിക്കും എനിക്ക് ദോഷമായിട്ടൊന്നും തോന്നിയിട്ടില്ല. മൈലേജ് ആണെങ്കിലും അത്യാവശ്യമുണ്ട്. 200 cc മൈലേജൊക്കെ ആവശ്യത്തിനുണ്ട്. പിന്നെ Yamaha VMT ഒക്കെ ഉണ്ട് മൈലേജുള്ള. പക്ഷെ അതൊന്നും ഭയങ്കര ബഡ്ജറ്റ് അങ്ങനെയൊക്കെ. എന്ന് വെച്ചാൽ എനിക്ക് ഫസ്റ്റ് എടുക്കാനുള്ള ഒരു സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടാണ് NS എടുത്തത് തന്നെ. NS എന്ന് വെച്ചാൽ പണ്ടത്തെ ഞാൻ ഒരു 8-ലും 9-ലൊക്കെ 10ാം ക്ലാസ് വരെ എനിക്ക് NS ആര് ചോദിച്ചാൽ NS. പിന്നെ 390 എടുക്കും. എന്തായാലും 390 എടുക്കും, അല്ല BS4 ടൈപ്പ് വണ്ടി എടുക്കും. പക്ഷെ അതിപ്പം ഷോറൂമിൽ ഫ്രഷ് എടുക്കുക അല്ലാത്തതുകൊണ്ട് സെക്കൻഡ് എടുത്തിട്ട് ഷോറൂമിൽ നിന്ന് ഇറക്കി അതേ ഫീലാവും. എന്താ സനൽ ബ്രോ ചെയ്താണൊക്കെ ഫുള്ള് പാർട്സ് ആക്കി എല്ലാം പെയിൻറ്റ് ചെയ്ത് റീഫിറ്റ് ചെയ്ത് എടുക്കണമെന്നുണ്ട്. എന്തായാലും ഞാൻ ഒരു ദിവസം എടുക്കും, അതുറപ്പാണ്. എന്തെങ്കിലും എടുക്കാതിരിക്കാം. പിന്നെ ഇപ്പം അടുപ്പിച്ച് കണ്ട ഇപ്പം ഓടുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന കണ്ടോ അടിപൊളി. ഇതിപ്പം ഒരു 10-15 കിലോമീറ്ററാണ്. എന്തായാലും എത്ര കിട്ടുമെന്ന് എനിക്കും വലിയ പിടുത്തമില്ല. ഞാൻ വണ്ടി എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ, വണ്ടി എടുത്തിട്ട് ഇതുവരെ ഞാൻ മൈലേജ് ടെസ്റ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഈ പറയുന്നതൊക്കെ കിട്ടുന്നുണ്ടോ ദൈവത്തിന് അറിയാം. മൈക്ക് ചിലവരൊക്കെ ഞാൻ ആദ്യമായിട്ട് GoProയിൽ മൈക്ക് എന്ന് വെച്ചാൽ GoPro വെച്ച് രണ്ടാമത്തെ വീഡിയോ ഷൂട്ടും ആദ്യമായിട്ട് മൈക്ക് വെച്ചുള്ള ഷൂട്ടുമാണ്.
അതുകൊണ്ട് ഈ പറയുന്നതൊക്കെ എനിക്ക് കിട്ടുന്നുണ്ടോ, എനിക്ക് എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടോയെന്ന് വെച്ചാൽ ഞാൻ കുറേ യൂട്യൂബ് നോക്കിയിട്ടാണ് മമ്മലോടെ ഒരു മൈക്ക് എടുത്തത്. 90 സംതിങ്ങിനോ എന്ത് ആയിട്ടുണ്ട് മൈക്കിന്. എന്തായാലും ക്രോസ് ചെയ്ത് ബാക്കി പറയാം, അല്ലെങ്കിൽ വല്ല വണ്ടിയുടെ പിന്നെ എല്ലാവരും ചോദിച്ചാണ് ഈ വണ്ടി എടുത്തിട്ട് ആക്സിഡൻ്റ് ആയിട്ടുണ്ടോയെന്ന്. ആക്സിഡൻ്റ് ആയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഒരെണ്ണം എൻ്റെ മേൽ തന്നെ കുറ്റമെന്ന് പറയാം. പക്ഷെ ഒരെണ്ണം എനിക്കറിഞ്ഞു. ഞാൻ ഇത് കണക്ക് നോർമൽ ഒരു 20, 30, 40 സ്പീഡിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ സൈക്കിൾ എന്ന് പറയുമ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്തു സൈക്കിൾ ഇത്ര പേടിയെന്നോ. അത് തന്നെ ഒരു സൈക്കിൾ പെട്ടെന്ന് അയാളെന്തോ ബാങ്കിലെന്തോ പോയിട്ടൊന്നും എടുത്ത് ഒറ്റ ചാട്ടം. എന്തായാലും വണ്ടിക്ക് അന്ന് യൂസ്ഡ് ഫോർക്കൊന്നുമില്ല, നോർമലി ഞാൻ ഒരു ഇച്ചിരി മോഡിഫൈ ചെയ്തെന്ന് വെച്ചാൽ ലീഗലല്ലായിരുന്നു. അന്ന് ഞാൻ പെയിൻ്റൊന്നും RC ബുക്കിലൊന്നും ചേഞ്ചൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ലീഗലല്ലായിരുന്നു. അയാൾ പെട്ടെന്നെടുത്ത് ചാടിയതും ഞാൻ അയാളെ സൈക്കിളിൻ്റെ ഫ്രണ്ടിലത്തെ കൊണ്ടങ്ങ് ഇടിച്ചാൻ കയറ്റി. പക്ഷേ ഇടിച്ചാൻ കയറ്റി, എൻ്റെ അതോടെ ഇടിച്ചാൻ കയറ്റി സൈക്കിൾ ഫുള്ള് ഒടിഞ്ഞ് പിരുന്ന് പോയി. അങ്ങനെ ഒരു ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. പിന്നെ അങ്ങേര് എന്നോണ്ട് പക്ഷേ ഉടായിപ്പ, അങ്ങേർക്ക് ഒന്നും പറ്റില്ല, അയാളെ ദേഹത്തൊന്നും പറ്റാഞ്ഞിട്ട് അയാൾ കൊണ്ട് കേസ് കൊടുത്ത് എന്നെ അങ്ങനെ സ്റ്റേഷന് വിളിച്ചപ്പം വണ്ടി അടിക്കുക ഒരു ഇതില്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞു സൈക്കിൾ പണിഞ്ഞു കൊടുത്താൽ മതി. ഞാൻ ഓക്കെ സൈക്കിൾ പണിഞ്ഞു കൊടുക്കാവുന്ന രീതിയിൽ ഞാൻ അങ്ങനെ സൈക്കിൾ പണിഞ്ഞു കൊടുക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ഒരു വിഷയം. പിന്നെ രണ്ടാമത്തെ വിഷയം വണ്ടി പെയിൻറ്റ് ചെയ്ത് ഈ സ്റ്റിക്കർ ഒട്ടിക്കാൻ. പെയിൻറ്റ് ഞാൻ എൻ്റെ വീട്ടിലിട്ടാണല്ലോ ചെയ്യുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ആദ്യം തൊട്ട് വീഡിയോ കാണുന്നവർക്ക് അറിയാമായിരിക്കും, ഞാൻ വീട്ടിൽ തന്നെ ഇട്ടാണ് പെയിൻറ്റ് ചെയ്തത്. അപ്പം പെയിൻറ്റ് ചെയ്ത് തിരിച്ച് സ്റ്റിക്കർ ഒട്ടിക്കാൻ കൊണ്ടുപോയ ടൈം, ആ ടൈമിലല്ല, ഞാൻ പെയിൻറ്റ് ചെയ്ത ടൈമിൽ തന്നെയാണ് യൂസ്ഡ് ഫോർക്ക് ഫിറ്റ് ചെയ്തിരുന്നത്. അപ്പം ആ ഒരു നല്ല മഴയായിരുന്നു, മഴയുണ്ടായിരുന്നു, കാണാനും പറ്റിയില്ല. എന്ന് വെച്ചാൽ ഹെഡ്ലൈറ്റോ അങ്ങനെയുള്ള ഐറ്റംസ്, ഫ്രണ്ട് ബ്രേക്ക് പോലും പക്കയല്ലായിരുന്നു, പിടിച്ചാൽ അങ്ങ് നിൽക്കത്തില്ല. അങ്ങനെ സ്റ്റിക്കർ അടിക്കാൻ പോയ ടൈമിലാണ് ഇവിടെ ഇതൊന്നും സ്റ്റിക്കർ ഡിസൈൻ ഇല്ലായിരുന്നു. എൻ്റെ വണ്ടി അന്നുകൊണ്ട് ഇടിച്ച് ഇവിടെ ഇങ്ങനെ കിറ്റ് ഈ ഒരു സൈഡിൽ കിറ്റ് പൊട്ടിയപ്പോഴാണ് ഞാൻ അവിടെ ഇങ്ങനെ സ്റ്റിക്കർ കയറ്റാമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ അതും ഇതാണൊക്കെ തന്നെ സൈക്കിള് പെട്ടെന്ന് എടുത്ത് ചാടി. എൻ്റെ വണ്ടിക്ക് ഹെഡ്ലൈറ്റ് ഇല്ല, വെട്ടമില്ലാഞ്ഞുകൊണ്ട് ഞാൻ കണ്ടില്ല. പെട്ടെന്നെടുത്ത് ചാടിയതും ചെക്കിങ് ഉണ്ടോ? ചെക്കിങ് ഉണ്ടെങ്കിൽ 250 പോകും. ഇതൊക്കെ പൈസ നോക്കിയോ? ഉണ്ട്, പണി കിട്ടാം വയ്യ. ചെക്കിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് വളച്ച് പോകുന്നതായിരിക്കും നല്ല. വിചാരിച്ചു ചെക്കിങ് കാണുന്നു, അത് കണക്ക് തന്നെ ചെക്കിങ് അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും നമ്പറൊന്നും കിട്ടി കാണത്തില്ലായിരിക്കാം. അതാണ് ഒരു പരിപാടിക്ക് ഇറങ്ങിയാൽ സമ്മതിക്കൂല പോലീസുകാർ. എന്തായാലും വളച്ച് നമുക്ക് ഒരു ഷോർട്ട് കട്ടുണ്ട്, ചെക്കിങ് ഉണ്ട്. അങ്ങനെ കുറച്ച് എന്തായാലും കുറച്ച് ഇവിടെ നിന്ന് ഓടിയിട്ട് ബാക്കി പറയാം. ദൈവമേ, എനിക്കറിയാമായിരുന്നു അവിടെ ചെക്കിങ് കാണുന്നു. അതുകൊണ്ട് നമുക്കൊരു ഊടുവഴി ഇപ്പം എന്താ വെച്ചാൽ അവിടെ ഒരു നല്ലൊരു മരം ഉണ്ടാവും, മരത്തിൻ്റെ കീഴിലിട്ട് ഏത് സമയം ചെക്കിങ് അവിടെ ചെന്നെങ്കിൽ പെറ്റി അടിക്കും, ഉറപ്പാണ്. പെറ്റി കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഒന്നാമത്തെ ഹെൽമെറ്റ് ക്യാമറ ഇരിപ്പുണ്ട്. പിന്നെ രണ്ടാമത്തത് കണ്ണാടിയില്ല. കണ്ണാടിയും കൂടെ ഉണ്ടായി നമുക്കൊന്ന് കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ അത്ര റിസ്ക് എടുക്കുന്നുണ്ട്. നമുക്ക് ഊട് വഴി കൂടെ ഒക്കെ പോവാം. അപ്പം മൈലേജ് കറക്റ്റ് ആയിരിക്കുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും വെച്ചല്ല എടുക്കുന്നത്. ഇപ്പം വൈസറിൻ്റെ അത് ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. പൊക്കി നോക്കി കാണാതെ ഓടിച്ചോണ്ട് പോയെങ്കിൽ അടിപൊളിയായിരുന്നേനെ. എന്തായാലും അവർക്ക് ലോട്ടറി അടിച്ചണക്കാവും. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന അത് കണക്കാണ്. സ്റ്റിക്കർ അടിച്ച് കൊണ്ടുപോയിട്ടെ 2 വഴിയുണ്ടല്ലോ, ഇതുവഴിയോ അങ്ങനെ സ്റ്റിക്കർ അടിച്ച് കൊണ്ടുപോകുന്ന വഴിക്കായിരുന്നു തട്ടിയപ്പോൾ ഇനി ഭയങ്കര വിഷമം. അങ്ങനെ കാലയ്ക്ക് വെടിഞ്ഞ് ഒരു 3-4 മാസം പ്ലാസ്റ്ററൊക്കെ ഇട്ടൊക്കെ കടന്നതാണ്. പ്ലാസ്റ്റർ ഇട്ട ടൈമിലായിരുന്നു ഞാൻ യൂസ്ഡ് ഫിറ്റ് ചെയ്യുന്നത്. ആ ഒടിഞ്ഞ കാല് വെച്ചാണ് യൂസ്ഡ് ഫിറ്റ് ചെയ്ത്. എന്ന് വെച്ചാൽ എനിക്ക് വണ്ടി തൊഴിലിരിപ്പ് പദ്ധതി, തൊഴിലുറപ്പാണ്, ഇതിപ്പോൾ ഇരുപ്പ് പദ്ധതിയാണ്. അങ്ങനെ വണ്ടി ഫുള്ള് പണിഞ്ഞ് ഇറക്കുന്ന, അതിൻ്റെ റിവീൽ ചെയ്യുന്ന ഒരു മാസം കഴിഞ്ഞാണ് ഫുള്ള് വണ്ടി വന്നിട്ട് റിവീൽ ചെയ്യുന്നത് തന്നെ. അതിങ്ങനെ എന്ന് വെച്ചാൽ റിവീൽ ചെയ്യാൻ സ്ഥലമില്ല, തന്നെ വീട്ടിലിട്ടാണ് വണ്ടി പണിയുക. അപ്പോൾ എനിക്കൊരു ആഗ്രഹം എന്ന് വെച്ചാൽ വണ്ടി ഷോറൂമിൽ നിന്ന് എനിക്ക് എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടേക്കുന്ന കണക്ക് ചെയ്യണമെന്നൊരാഗ്രഹം കൊണ്ടാണ് ഞാൻ ഫണ്ട് അങ്ങോട്ട് കൊടുത്തിട്ടാണ് വണ്ടി റിവീൽ ചെയ്തത്. പ്രോട്ടച്ചിൽ അങ്ങോട്ട് കൊടുത്തിട്ടാണ് വണ്ടി ഫുള്ള് റിവീൽ. ആ വീഡിയോ ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എൻ്റെ യൂട്യൂബിൽ അതേ പേര് തന്നെ, മോട്ടോറക്സ് എന്നാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ പേരും.
പറ്റുമെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പം യൂസ്ഫുൾ വീഡിയോസ് തന്നെ എല്ലാത്തിലും ഇടുന്നത്, അതിലും യൂസ്ഫുൾ വീഡിയോസാണ് ഞാൻ വണ്ടി പണിയുന്നതും ആ ടൈപ്പ് വീഡിയോസാണ് എൻ്റെ അകത്ത് വിടുന്നത്. എന്തായാലും കുറച്ചങ്ങോട്ട് ഓടട്ടെ, അല്ലെങ്കിൽ വീഡിയോ നല്ല ലോങ് ആയിപ്പോൾ, നിങ്ങൾക്കും ബോറടിക്കും, എനിക്ക് ഇങ്ങനെ പറഞ്ഞ് നാക്കിലെ വെള്ളം പറ്റുന്നല്ലാതെ വേറെ. സമയമാണ് നമ്മൾ ലൊക്കേഷൻ ഇട്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും അപ്പോൾ അതിലും കിലോമീറ്റർ കൂടുതലാണെന്ന് മനസ്സിലായെന്ന് വെച്ചാൽ 32 മൈലേജ് അല്ല എന്തായാലും വണ്ടിക്കുള്ള. നമുക്ക് എന്തായാലും ഇവിടുന്ന് തിരിച്ച് നമ്മളെ സ്ഥലത്തോട്ടുള്ള ലൊക്കേഷൻ ഇടാം. നമുക്ക് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഇപ്പോൾ ഇത്രയും നേരം എത്ര ഓടിയെന്ന് നോക്കുമല്ലോ, നമുക്ക് നോക്കട്ടെ. ഗൂഗിൾ മാപ്പ് നമുക്ക് ഇതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചേക്കാം. 32 1 കിലോമീറ്റർ കുറച്ചാൽ മതി. ഇനി നമുക്ക് തിരിച്ചുള്ള ലൊക്കേഷൻ ഇടാം. എടുത്ത് കളഞ്ഞിട്ട് ഇതല്ലല്ലോ ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് നമുക്ക് തിരിച്ചുള്ള ഗൈസ്. അങ്ങനെ നമ്മൾ 28 കിലോമീറ്റർ തിരിച്ചുള്ള ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. എന്തായാലും അതും കൂടെ ഓടി നോക്കട്ടെ. എന്തായാലും 31 കിലോമീറ്റർ മൈലേജ് എന്തായാലും ഇതുവരെ കിട്ടിയിട്ടുണ്ട് നമ്മളെ വണ്ടിക്ക്. എന്തായാലും തിരിച്ചുള്ളതും കൂടെ ഒന്ന് നോക്കട്ടെ. എന്തായാലും തിരിച്ചുള്ള എവിടം വരെ ഓടുമെന്ന് വലിയ പിടുത്തമൊന്നുമില്ല. എന്തായാലും നമ്മൾ ഇട്ടുന്ന ലൊക്കേഷൻ വരെ തീർന്നിട്ടുണ്ട്. നമുക്കിനി തിരിച്ചു കൂടെ നോക്കാം. എന്തായാലും ഇപ്പോൾ ഒരു 50-52 കിട്ടിയ ലക്ക്. 50-55 ചില ചാനലിൽ കണ്ടിട്ടുണ്ട്, ചിലവർക്ക് കിട്ടുന്നത് കണ്ടിട്ടുണ്ട്. UST4 വെച്ചിട്ട് അത്രയും കിട്ടുവാണെങ്കിൽ ഞാൻ പിന്നെ പക്ക മെയിൻ്റാണ് വണ്ടി കറക്റ്റ് ടൈം ഓയിൽ മാറും. സെമിയല്ല, ഫുള്ളാണ് ഒഴിക്കുന്ന ഓയിലൊക്കെ, ഫുള്ളി ഓയിലൊക്കെ ഒഴിക്കുന്ന, കൂളൻ്റ് എല്ലാം പക്കയാണ്. വണ്ടിക്ക് ചെയിൻ അടി അങ്ങനെ ഐറ്റംസ് ഒന്നുമില്ല. ചെയിനൊക്കെ ഞാൻ ആഴ്ചയിലും മാസത്തിലും എല്ലാം അത് ക്ലീൻ ചെയ്ത് ലൂബൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എത്ര മുമ്പായിരുന്നെങ്കിൽ ഇതിലും കുറഞ്ഞ മൈലേജ് ആയിരിക്കും. 190 സൈസ് ടയറാണ് കടന്ന. ഇപ്പം ഇട്ടേക്കെന്ന് വെച്ചാൽ സ്റ്റോക്ക് ഒരു 150 സൈസ് ടയർ ഇപ്പം വണ്ടി കടക്കുന്ന ടയർ എന്ന് വെച്ചാൽ TVSൻ്റെ ഒരു ടയർ. ആ വീഡിയോ ഞങ്ങൾക്ക് കണ്ടവർക്കറിയാം. കഴിഞ്ഞ വീഡിയോ അതെന്തോ ആയിരുന്നു, ഇങ്ങനെ ടയർ മാറുന്ന ജസ്റ്റ് ഒരു ഡെയിലി ഒരു വീഡിയോ കണക്ക് സെറ്റപ്പ് ചെയ്തായിരുന്നു. എന്തായാലും നിങ്ങളത് കമൻറ്റ് ഇടുക കേട്ടോ, എത്ര വരെ കിട്ടുമെന്ന്. 30 വരെ ഇതുവരെ കിട്ടിയെന്ന് പറയാം. 30 കിലോമീറ്റർ ഇതുവരെ നമ്മൾ കവറപ്പ് ആയിട്ട് വണ്ടി ഇതുവരെ മിസ്സിങ് ഒരു ഐറ്റം അടിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് കുറച്ചും കൂടെ ഓടിക്കാം വണ്ടി. എവിടെ നിൽക്കും എന്നൊരു പിടുത്തവും ഇല്ല. ഗൈസ് അങ്ങനെ നമ്മൾ വന്ന റൂട്ടിൽ തന്നെ തിരിച്ചു പോകാം. എന്ന് വെച്ചാൽ അപ്പുറത്തൂടെ പോയാൽ പിന്നെയും പോയി കാണത്തില്ല. 1 മണീന് ചോറ് കഴിക്കുന്ന ടൈം ആകുമ്പോഴായിരിക്കും അവർ പോകുന്നത്. എന്തായാലും വന്ന റൂട്ടിൽ തന്നെ തിരിച്ചു പോകാം. എവിടെ നിൽക്കും എവിടം വരെ ഓടുമെന്നൊന്നും വലിയ പിടുത്തമൊന്നും ഇല്ല. എന്തായാലും ഓടുന്നവരോടട്ടെ. വയസ്സ് താത്തിട്ടേക്കാം, വെറുതെ വിൻഡോയ്സ് അടിക്കണ്ടല്ലോ. ഉണ്ടോ ആക്രി എന്തായാലും കുറച്ച് ഓടട്ടെ. എന്തായാലും ക്യാമറ ഓഫ് ചെയ്യും. ഗായ്സ് അങ്ങനെ നമ്മൾ ഇട്ട ലൊക്കേഷനും തീരാറായി. ഏകദേശം ഫ്യൂല് തീരായെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും കൈ കൊടുക്കുമ്പോൾ കയറുന്നുണ്ട്. ചെറുതായിട്ട് എവിടേക്കൊക്കെ മിസ്സിങ് കാണിക്കുന്നു. നമ്മളാണ്ടേ കുറച്ചും കൂടെ കഴിയുമ്പോൾ എന്തായാലും ആ ലൊക്കേഷൻ തീരും. പക്ഷേ ഫ്യൂല് തീർന്നിട്ടില്ല. ചെറുതായിട്ട് മഴയും പൊടിക്കുന്ന. ഗോപ്രോയുടെ സൈഡില്ല മൗണ്ട് തുറന്നു വെച്ചുകൊണ്ട് വാട്ടർ റെസിസ്റ്റൻ്റ് ഒന്നും അല്ല. മഴ പെയ്താൽ പോയി. മൈലേജ് ടെസ്റ്റ് വെള്ളത്തിൽ ചെറുതായിട്ട് മിസ്സിങ് അടിച്ച്. എന്തായാലും നമ്മൾ തിരിച്ചതാ തുടങ്ങിയെടുത്ത് ഇനി 1 കിലോമീറ്റർ കൂടെ വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. വണ്ടി എപ്പോൾ തീരും എന്ന് പറയാൻ പറ്റത്തില്ല. എന്തായാലും വലിയ മിസ്സിങ് ഒന്നും അടിച്ചിട്ടില്ല കേട്ടോ. വണ്ടി എന്തായാലും കൈ കൊടുത്താൽ കയറുന്നുണ്ട്. എവിടേക്കോ അങ്ങും ഇങ്ങുമൊക്കെ ഏതൊക്കെയോ മിസ്സിങ് കാണിച്ച്. ഇത്രേ ഉള്ളല്ല, വലിയ മിസ്സിങ് ആയിട്ട് അടിച്ച് തുടങ്ങിയിട്ടില്ല. വണ്ടി അറക്കിയോ അങ്ങനെയൊന്നുമില്ല. ചെറുതായിട്ട് പവർ ലോസ് ആണ്, ചെറിയൊരു ഫീലിങ്. നമ്മളെന്തായാലും മഴ പൊടിക്കും. നമുക്ക് ഇങ്ങോട്ട് വല്ലതും കയറി എന്നിട്ട് GoPro അല്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. നോക്കട്ടെ, കുറച്ചും കൂടെ ഒന്ന് ഓടിച്ച് നോക്കാം. തീരുവൊന്ന് നോക്കട്ടെ.
അങ്ങനെ നമ്മളെ ലൊക്കേഷൻ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യേണ്ടി വരും. നോട്ട് ലൊക്കേഷൻ എവിടെ വരെ ആയി നോക്കട്ടെ. എന്താ ലൊക്കേഷന് 2 കിലോമീറ്ററും കൂടെ ഉള്ളു. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചാൽ എന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്നെല്ലാം മൈനസ് അടിക്കാം. മഴ വലിയ സീനില്ലെന്നോ. നമുക്കിനി അടുത്ത ലൊക്കേഷൻ നമുക്ക് കൊല്ലത്തോട്ട് ഇട്ട് നോക്കാം. കൊല്ലമൊക്കെ കിട്ടിയ അടിപൊളിയായിരിക്കും. ഗൂഗിൾ മാപ്പ് കൊല്ലം. ആദ്യം ഞാൻ കൊല്ലത്തൊണ്ണം ഓടിയാൽ മതിയായിരുന്നു ഏതെങ്കിലും സ്ഥലത്തോട്ട്. 16 കിലോമീറ്റർ കൊല്ലം ഉണ്ട് ഇവിടുന്ന്. ഞങ്ങളെ സ്പോട്ടിൽ നിന്ന് 16 കിലോമീറ്റർ കൊല്ലം. എന്തായാലും നമുക്ക് ജസ്റ്റ് അങ്ങോട്ടും കൂടെ ഒന്ന് ഓടിച്ചു പോകാം. മഴ വലിയ സീനില്ലെന്ന് തോന്നുന്നു. മഴ പൊടിക്കുന്നില്ല. എന്തായാലും എണ്ണ തീർന്നാൽ മതിയായിരുന്നു. നമുക്ക് എന്തായാലും തീർത്ത് നോക്കാം. പക്ഷേ ഓടുമ്പോൾ വെള്ളം തുള്ളി അടിക്കുന്നുണ്ട്. ആദ്യമായിട്ട് എണ്ണ തീരാൻ വേണ്ടി കിടന്ന് കാക്കുന്ന. സാധാരണ എണ്ണ തീരല്ലേ എന്ന് പറയുമ്പോൾ എണ്ണ തീർന്നാൽ മതി എന്നായി. എന്തായാലും നല്ലൊരു മൈലേജ് കിട്ടുമെന്ന് നല്ല പ്രതീക്ഷയുണ്ട്. 64 ഡൊമിനാറിൻ്റെ കയറ്റിയിട്ടുണ്ട്. ഓൾറെഡി വെയിറ്റ് ഉണ്ട്. NS അറിയാമല്ലോ, ഏതൊരു വണ്ടീനെയും കാട്ടി ചേസിന് നല്ല വെയിറ്റ് ഉള്ള. അതിൻ്റെ അകത്താണ് ഞാൻ ഡൊമിനാറിൻ്റെ UST4 കയറ്റിയേക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരപേക്ഷിച്ചാണ് ഇച്ചിരി മൈലേജ് വലിയ കൊട്ടകണക്കൊന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. മഴ പൊടിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഗോപ്രോ ഊരി ബാഗ് വെച്ചേക്കാം. ഇനി ബാഗിലോ അല്ലെങ്കിൽ ഗോപ്രോ ഊരി ബാഗ് വെച്ചേക്കാം. ചുമ്മാതെ പണി മേടിക്കണ്ട. മേടിച്ച് കൊതി ആഗ്രഹം തീർന്നിട്ടില്ല. അതുകൊണ്ട് മഴ പൊടിക്കുന്നുണ്ട്. നമുക്കിത് ഊരി ബാഗ് വെച്ചേക്കാം. വെള്ളം കയറ്റി അടിച്ച് കളയുന്ന എന്തിനാ വെറുതെ. നമുക്ക് ഇങ്ങോട്ട്, ഇതാണ് ഞങ്ങളെ പള്ളി, തെക്കുമ്പം പള്ളിയാണിത്. നമുക്ക് ഒതുക്കാം ഇങ്ങോട്ട്. പക്ഷെ എണ്ണ തീർന്നിട്ടില്ല, അതാണ് ഒന്നാമത്തെ കാര്യം. ബാഗിലോട്ട് വെച്ചേക്കാം. ഗായ്സ്, അങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിഞ്ഞൂടാ. മൈക്ക് അഡാപ്റ്റർ നമ്മൾ ഊരി വെച്ചേക്കാം. ഡയറക്റ്റ് കൊടുക്കുന്ന ഊരിക്കാൻ തന്നെ കാര്യം. നമ്മളെ പെട്രോൾ തീർന്നിട്ടുണ്ട്. ഇനി സ്റ്റാർട്ടായി ഓടുമോയെന്ന് അറിഞ്ഞൂടാ. നമ്മളെ കൊല്ലം വരെയൊന്നും വെച്ചില്ല. ഇപ്പം സ്റ്റാർട്ടാവുന്നുണ്ട്. എന്തായാലും നോക്കാം. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടായിട്ട് ഓഫ് ആവുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഏതെങ്കിലും ആരും ഇല്ലാത്ത പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളതിന് മാറിയിരിക്കാം. പിന്നെ അവിടെ നിൽക്കണ്ട. എന്തായാലും കുറച്ചും കൂടെ ഓടാൻ സാധ്യത ഉണ്ട്. ഇനി ഓഫായത് ഇനി സ്റ്റാർട്ടാകത്തില്ല എന്തായാലും വണ്ടി. നമുക്ക് ഏതെങ്കിലും ഇടുക്കിലോട്ട് വല്ലതും കയറാം. എന്നുവെച്ചാൽ മെയിൻ റോഡ് വിടാം. എന്നുവെച്ചാൽ വണ്ടി നല്ല അറപ്പ് കാണണ്ട, നല്ല വൃത്തിക്ക് അറപ്പ്. കേൾക്കാൻ പറ്റുമോയെന്ന് അറിഞ്ഞു. നല്ല ഇത് കാറ്റടിക്കുകയായിരിക്കും. കേൾക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. നമുക്ക് എന്തായാലും കാവനാടിൻ്റെ അകത്തോട്ടുള്ള റോഡിലോട്ടൊന്ന് വണ്ടി കയറ്റാൻ. എന്തായാലും റോഡകത്തോട്ട് നമുക്ക് കയറാം. വണ്ടി എന്തായാലും ഇപ്പോൾ ഓഫായിട്ടുണ്ട്. നമ്മൾ വണ്ടി ഓഫായി. തിരക്കില്ലാത്ത റോഡിൽ തിരക്കും. കഷ്ടത്തിൽ ഒന്നെന്തൊരു വണ്ടി സ്റ്റാർട്ടാകാൻ സാധ്യത കുറവുണ്ട്. നമുക്ക് നല്ലൊരു സ്ഥലം കിട്ടിയാൽ മതിയായിരുന്നു. ആരും ഇല്ലാത്തടത്തൊക്കെ നമുക്ക് ഇതെന്തായാലും ഇവിടെ നിർത്താം. നമുക്കിനി എത്ര കിലോമീറ്റർ ഇത് ഓടി നോക്കാം. നേരത്തേക്ക് നമ്മൾ 16 കിലോമീറ്റർ ആയിരുന്നു. ഇത്രയില്ല, എത്ര ആയി നോക്കാം. 6 കിലോമീറ്ററും കൂടെ ഓടിയിട്ടുണ്ട്. 16, 6. നമുക്കെന്തായാലും മെച്ചമെല്ലാം ഒന്ന് കണക്ക് കിട്ടും. എത്രയായിരുന്നു ഗാലറി? 32 ഇപ്പം 31. കാൽക്കുലേറ്റർ ഇല്ല. 31 പ്ലസ്
തിരിച്ച് വീട്ടിലോട്ട് പോയ 15 കിലോമീറ്റർ. കുഴപ്പമില്ല, ഉണ്ട് ഉണ്ടോ. ഒരു വീഡിയോ എടുത്തേ, മൈലേജ് ഒന്ന് ടെസ്റ്റ് ചെയ്തോ. ആ ഓക്കെ ശരി. വീട്ടിലേക്ക് അവിടെ നിന്ന് ഇത് കൊല്ലമാണല്ലോ. നമ്മൾ തിരിച്ചോടി എനിക്ക് ഞാൻ തെക്കുംഭാഗത്തുനിന്ന് ശാസ്താംകോട്ടെ പോയി, അവിടെ നിന്ന് തിരിച്ചു തെക്കുംഭാഗത്ത് വന്നു. എന്നിട്ടും തീർന്നില്ല. പിന്നെ ആ കാവനാട് എത്തിയപ്പോൾ തീർന്നു. അതെ ഞാൻ നോക്കുന്നു. 60+ മൈലേജ് ഉണ്ടെന്ന് കാണിക്കുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് 30 കിലോമീറ്റർ കിട്ടും. 100 രൂപയ്ക്ക് മൊത്തം പറ്റിച്ചിട്ട് ഞാൻ തിരിച്ചു വന്നത്. എനിക്ക് എന്തോന്ന് പിടുത്തവും കിട്ടുന്നില്ല. ഏതെങ്കിലും കടയിൽ കിടക്കണോടെ, കടയിൽ തന്നെ നോക്കണോടെ. എനിക്ക് വലിയ പിടുത്തമില്ല. നീ എന്നെ പരിചയമുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്, ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ട്. ബ്രോ റെഡ് ബോയ് ഫോളോ ചെയ്തിട്ടുണ്ടോ? ഏത് റെഡ് ബോയ്? എടുത്തില്ല, എടുത്തോ. ഞാൻ ഫോളോ ബ്രോയുടെ വീഡിയോയിലേക്ക് എഴുതിയിട്ടുണ്ടോ? ആണല്ലോ. വണ്ടി ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ. അതാ ഞാൻ നോക്കിയ വണ്ടി തന്നെ പരിചയമുള്ള വണ്ടി. അതാ ഞാൻ ചോദിച്ചത് വന്നു എണ്ണ ചവിട്ടി തരണം. അല്ലെ നമ്മൾ വെറുതെ നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ മൈലേജ് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഇറങ്ങിയതല്ലോ രാവിലെ. എല്ലാരും ഇങ്ങനെ ഒരു കമന്റ് ഇടുന്നു, അപ്പൊ എത്ര കിട്ടുമെന്ന്. ഇത് വിശ്വസിക്കുമെന്ന് അറിഞ്ഞൂടാ. മറ്റേ ഇത് തന്നെ മുകളിലെ നമ്പർ പ്ലേറ്റ് മാറ്റി ബ്രോ അല്ലേ? അതെ ഞാൻ തന്നെ. അത് തന്നെ ചുമ്മാ അതാ പറയാ, കണ്ടിട്ടുണ്ട് ഞാൻ. എന്തോ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. 60+ ഡയലോഗ് അടിക്കും. അത് വീഡിയോ റെക്കോർഡ് ചെയ്യാ, വീഡിയോയ്ക്ക് അത് കാണിക്കുന്നത് പോകുന്നതും തിരിക്കുന്നതൊക്കെ. എൻ്റെ അടുത്ത് തെക്കുമ്പോട്ടാണ്. എൻ്റെ ഒരു 180 ഉണ്ട് ബ്രോ. അത് കൊടുത്തിട്ട് NS എടുക്കണമെന്നുണ്ട്. ഒരു NS 6 ഇരിപ്പുണ്ട്. ബട്ട് ഫുള്ളി റെഡി ഫണ്ടാ ചോദിക്കുന്നത്. പക്ഷേ എൻ്റെ ഫണ്ട് ഇപ്പോൾ ഇത് കൊടുത്താൽ എൻ്റെ വേറെ ഫണ്ട് കിട്ടുള്ളൂ. നീ ഫിനാൻസ് ചെയ്യടാ. ഫിനാൻസ് അടി. എങ്ങനെയാ? ഞാൻ ഒരുത്തന്നെ നമ്പർ തരാം, അവനെ വിളിച്ചാൽ മതി. അവൻ ഫിനാൻസ് ചെയ്തു തരാം ബാങ്കിൽ. 55 രൂപ ഫിനാൻസ് കിട്ടും. ഓ നീ എത്ര കൊടുത്തിട്ട് അവർ കമ്പനി ഒരു വണ്ടി വില പറയും, എന്നിട്ട് ഫിനാൻസ് ചെയ്താൽ മതി. ആ വണ്ടിക്ക് കമ്പനി വില പറയും. എടാ ഡൗൺ പേയ്മെൻറ്റ് എത്ര അടയ്ക്കേണ്ടി വരും? ഒരു 40-50 രൂപ അടുപ്പിച്ച് ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാൻ ബാക്കി മാസം അടയ്ക്കേണ്ടി വരും. അതല്ല ബ്രോ, അവൻ ടോട്ടൽ വണ്ടിക്ക് പറഞ്ഞ 55 അത് അവന് കിട്ടും. ആ 55 രൂപ അവന് കിട്ടും. അത് കമ്പനി എന്നിട്ട് റേറ്റ് പറയും. 1 ലക്ഷം രൂപ വല്ല ഇടുമായിരിക്കും. ബാക്കി 50,000 നീ അവന് നേരത്തെ കൊടുത്താൽ 1 ലക്ഷം രൂപ കമ്പനി കൊടുത്തോളൂ. കമ്പനി കൊടുത്തോളൂ, അവന് കൊടുത്തോളൂ. അതല്ല കമ്പനിയുടെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഡയറക്റ്റ് 55 കൊടുത്ത വണ്ടി നമ്മുടെ കൈ കിട്ടും. എടാ കമ്പനി ഇപ്പം എൻ്റെ ഈ വണ്ടിയാണ്, ഇപ്പം നീ ഇപ്പം എടുക്കാൻ പോകുക 55 രൂപ വരും. നിൻ്റെ 50 രൂപയേ ഉള്ളൂ. നീ 50 രൂപ അവന് കൊടുക്കണം. കമ്പനി അതിൻ്റെ 1 ലക്ഷം രൂപ ഇതിനിടും. 1 ലക്ഷം രൂപ അവന് കമ്പനി കൊടുത്തോളൂ. ആ വണ്ടിയുടെ 1 ലക്ഷം രൂപ കൊടുക്കും. കൊടുക്കും. ആകെ വണ്ടിയുടെ പ്രൈസ് 55 ഉള്ളൂ, മനസ്സിലായോ? ആകെ 55 വണ്ടിക്ക് പ്രൈസ്. ആടാ നിൻ്റെ ഇപ്പം എത്ര ഉണ്ട്? എൻ്റെ ആകെ ഫണ്ട് ഇപ്പോൾ എൻ്റെ 20 അടുപ്പിച്ച് കാണും. 20? ബാക്കി അപ്പം EMI ഇട്ട് തരും അവർ. ബാക്കി 35 EMI ഇട്ട് തരും. ബാക്കി 35 മാസം അടച്ചാൽ മതി. അല്ലെങ്കിൽ ഇപ്പം എൻ്റെ വണ്ടി കൊടുത്ത് എക്സ്ചേഞ്ച് ആയാലും പറ്റും. എക്സ്ചേഞ്ച് ചെയ്തെങ്കിലും കടയിൽ ചെല്ലണോ, എന്നാലും എക്സ്ചേഞ്ച് എടുക്കാൻ പറ്റും. അല്ലാതെ ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. എൻ്റെ വണ്ടി കൊടുത്തിട്ട് ആ പൈസക്ക് എനിക്ക് വേണം പറഞ്ഞ ഫിനാൻസ്. ബ്രോഡ് ID ഞാൻ മെസ്സേജ് ഞാൻ ആവശ്യമുള്ള എന്തെങ്കിലും മെസ്സേജ്. ശരിയാണ് ഗായ്സ്, ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. 60+ മൈലേജ് കിട്ടി. എന്തായാലും ഇനി പെട്രോൾ ഒഴിച്ചിട്ട് എവിടെ എങ്ങനെ ഓടി എന്തൊക്കെയോ ഒരു പിടുത്തവും ഇല്ല. നിങ്ങൾ തന്നെ ഗൂഗിൾ ചെയ്ത് നോക്ക്, തെക്കുംപാറ്റ് ശാസ്താംകോട്ട ടു തെക്കുംപാട്ട്. അങ്ങോട്ടും പോയി ഇങ്ങോട്ടും വന്ന് പിന്നെ കാവനാട് എത്തിയപ്പോഴാണ് തീർന്നത്. വണ്ടിയിൽ ഒരു തുണി എണ്ണ ഇല്ലായിരുന്നു. എവിടെയെങ്കിലും നിന്ന് ഗോപ്രോയുടെ മൈക്കും കൂടെ സെറ്റാക്കിയിട്ട് മൈക്ക് അഡാപ്റ്ററും സെറ്റാക്കണം, എന്നിട്ട് നമുക്ക് ബാക്കി സെറ്റാക്കാം. എന്നാലും ഇവിടെ നിന്നൊന്ന് തെറിക്കാം. ഇത്തിരി പിടുത്തവും കിട്ടുന്നു. 60+ മൈലേജോ? ഇനി ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും കുറ്റമാണെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. ഞാൻ ഒരുവിധം
എന്തായാലും ഞാൻ ഒരുപാട് ഓടി കേട്ടോ, അതെനിക്ക് ഉറപ്പാണ്, ഒരുപാട് ഓടിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് തെറിച്ചിട്ട് ബാക്കി പറയാം. ഇത് കേൾക്കാൻ പറ്റില്ലെന്ന് അറിയണം, മൈക്കില്ലാത്തതുകൊണ്ട്. അങ്ങനെ നമ്മൾ മൈക്കൊക്കെ എടുത്ത് തിരിച്ച് വെച്ചിട്ടുണ്ട്. തിരിച്ച് നമ്മൾ ഗോപ്രോയെ കണക്ട് ചെയ്ത് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്ന 60+ മൈലേജ് കിട്ടിയോ. ഞാൻ നിങ്ങളോട് പറയുന്നത് വെച്ചാൽ എൻ്റെ ഇവിടെ തെക്കുമ്പ ടു ശാസ്താംകോട്ട 32 കിലോമീറ്റർ ഉണ്ട്. അത് നമ്മൾ 1 കിലോമീറ്റർ പോയില്ല. അപ്പോൾ എത്ര 32, 31, 30 കൂട്ടിക്കോ, 30. പിന്നെയും തിരിച്ച് വന്ന് തെക്കുമ്പ ടു കാവനാട് എത്തിയപ്പോഴാണ് നമ്മളെ വണ്ടിയുടെ പെട്രോൾ തീർന്നത്. നിങ്ങൾ കണ്ടില്ലേ, എന്തോ എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നത് ഇത്രയും മൈലേജ് കിട്ടും. അതുമേ വെറും 100 രൂപയ്ക്ക് അടിച്ച പെട്രോളാണ്. ഒരു തുള്ളി പെട്രോൾ ടാങ്കിലില്ലായിരുന്നു. എങ്ങനെ കിട്ടിയെന്നൊന്നും ഇപ്പം നിങ്ങൾ കമൻറ്റ് കണ്ടാൽ അറിയാം. പള്ളി പെരുന്നാളായ ബ്രോ തെള്ളാണ്, ഉടായ്പാണ്. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു ഉടായ്പും കാണിച്ചിട്ടില്ല. എല്ലാ വീഡിയോയിലും കാണിക്കുന്ന തന്നെ. ഞാൻ ഇപ്പോൾ 2 പെട്ടി പെട്രോൾ കൊണ്ടുപോയി അതെടുത്ത് എനിക്ക് അവിടെ വിശ്വസിക്കാം 60+ മൈലേജ് കിട്ടിയോ എന്ന് വെച്ചാൽ 30, 60 65 സംതിങ് കാണിക്കണ്ടേ എന്തോ. എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ചെയ്തത് കുറ്റമുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് കേട്ടോ. പക്ഷേ ചെയ്തതിൽ എന്താ വെച്ചാൽ ഇങ്ങനെ ചെയ്തതിൽ ഇങ്ങനെ മിസ്റ്റേക്ക് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും 60+ മൈലേജ്, അത് UST4 നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എൻ്റെ ഒരു ഇത് വെച്ച് പറയാം കേട്ടോ, 60+ ആണ്. എന്ന് വെച്ചാൽ 32 കിലോമീറ്റർ ടോട്ടൽ കാണിക്കുന്നത് ഞങ്ങളെ വീട്ടിൽ നിന്ന്. ഞാൻ എൻ്റെ അകത്ത് 1 കിലോമീറ്റർ പോയില്ല. അപ്പം 31 വേണ്ട, അപ്പം 30 കൂട്ടിയോ, 30 ടു തിരിച്ച് അവിടം വരെ വന്ന്. അപ്പം 30 60ആയി. 60ഉം ഒരു 6 കിലോമീറ്ററും കൂടെ പോയി. 36 കിലോമീറ്റർ 66 കിലോമീറ്റർ മൈലേജ്. വൺ സൈഡ് 32 ഉണ്ടായിരുന്നു, തിരിച്ചു അത് കണക്കാണ്. അപ്പം 32 പിന്നെ 6 കിലോമീറ്റർ മൊത്തം 66, 65 കൂട്ടിയാൽ മതി. 65 കിലോമീറ്റർ മൈലേജ് എൻ്റെ വണ്ടിക്ക്. എന്തായാലും ഞാൻ എൻ്റെ കേബിൾ റെഡിയാക്കി ഒന്നും കൂടെ മൈലേജ് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ, ഇത് കറക്റ്റാണോ എന്ന് എനിക്കും വലിയ പിടുത്തില്ല. ഞാൻ അതിശയിച്ച് ചെന്നപ്പോഴാണ് നമ്മൾ സബ്സ്ക്രൈബ് വന്ന് എന്നോട് ചോദിച്ചു എത്ര ഉണ്ടെന്ന്. ഞാൻ പെട്രോൾ കയറുന്ന വഴി കിടന്ന് ചോദിച്ചാണ്. എൻ്റെ വീഡിയോ കണ്ട് ഞാൻ ആദ്യമായിട്ട് കേട്ടോ എൻ്റെ വീഡിയോ കണ്ട് ഒരുത്തം വന്നതിനോട് സംസാരിക്കുന്ന വലിയ ഇത് തോന്നുന്നുണ്ട്. ഇത് 10 പേര് അറിയാൻ തുടങ്ങിയല്ലോ എന്നൊരിത്. പക്ഷേ പെട്രോൾ തീർന്ന് ഞാൻ പറഞ്ഞു കേട്ടോ, മൈലേജ് ടെസ്റ്റ് ചെയ്ത നിങ്ങൾ കണ്ടല്ലോ. എനിക്ക് വയ്യ. അവനും ഞെട്ടി 60+. അവനും പറയും കമൻറ്റ് പോടി ഇതായിരിക്കുമെന്ന്. എനിക്ക് അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം അതൊക്കെ വിട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും യൂസ്ഫുൾ ആയോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാവരും പറഞ്ഞ രീതി ഒരു വീഡിയോ സെറ്റാക്കിയെന്നേ ഉള്ളു. പക്ഷേ മൈലേജ് ടെസ്റ്റിൻ്റെ വീഡിയോ എല്ലാ എന്താ വെച്ചാൽ ചാനൽ തുടങ്ങി അന്ന് തൊട്ട് പറയാം മൈലേജ് ടെസ്റ്റ് വേണമെന്ന്. പക്ഷേ മൈലേജ് ടെസ്റ്റിൻ്റെ വീഡിയോ സെറ്റാക്കി കിട്ടുന്നേ ഉള്ളു. ഇത് അത്ര ആക്യുറേറ്റ് ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളിത് കമൻറ്റ് ഇടുക കേട്ടോ, ഇതിന് അത്ര കറക്റ്റാ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പം എന്തായാലും കമൻറ്റ് ബോക്സ് വരാമ്പോൾ 45, 50 വരത്തുള്ളൂ. പക്ഷേ 60+ എനിക്ക് അറിഞ്ഞൂടെ ഇതുവരെയായിട്ട് ആരെങ്കിലും ഇങ്ങനെ കിട്ടിയിട്ടുണ്ടോ. ഞാൻ ചെയ്തതിൻ്റെ കുഴപ്പമായിരിക്കാം. എന്തായാലും നമ്മൾ മീറ്റർ റെഡിയാക്കി ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇത്രയും കിട്ടിയ ഒരു അതിശയം. 60 കിലോമീറ്റർ മൈലേജോ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഇതിൽ നല്ല വീഡിയോ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഗുഡ് ബൈ ഗൈസ്. അങ്ങനെ നമ്മൾ വീടെത്താറായിട്ടുണ്ട്. നിങ്ങളെന്തായാലും ഒന്ന് പോയി നിങ്ങൾ കാണുന്നവരൊന്ന് ഈ കണക്കൂട്ടി നോക്കുക കേട്ടോ. 32 1 കിലോമീറ്റർ പോയില്ല. അപ്പോൾ എത്ര 30, 60 കിലോമീറ്റർ പോയി. എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പം വീടെത്തിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. യൂസ്ഫുള്ളായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആർക്കും വിശ്വാസത്തില്ലെന്ന് എനിക്കറിയാം. അപ്പം അടുത്തൊരു വീഡിയോ പിന്നെയും കാണാം. ഗുഡ് ബൈ.